നമസ്കാരം. ഇഫക്ട് ന്യൂസിലെ ഇവർക്കും സ്വാഗതം. അതെ, എൻ്റെ പേര് അൻസാർ അലിയാണ്. ഞാനിവിടെ കേരളത്തിൽ വന്ന ഒരു 15 വർഷമായി. അപ്പോൾ ഞാനിവിടെ പാളയത്ത് ഷോപ്പുണ്ട്, ചെരിപ്പട ബാഗ് ബസാർ എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഞാനൊരു പിക്മി കളക്ഷൻ അടച്ചതാണ്. CIT ബാങ്ക് കൈതമുക്കൊരു ബ്രാഞ്ച് ഉണ്ട്, CIT ബാങ്ക്. അതിൻ്റെ ഏജൻ്റ് ആയിരുന്നു റഷീദാക്ക. അവിടെ ഞാൻ ഡെയിലി ഒരു 3 വർഷം പൈസ അടച്ചതാണ്. പൈസ അടിച്ച് ഞാൻ ഒരു വർഷം കൊണ്ട് ആ ബാങ്കിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം തരാം, അടുത്ത മാസം തരാം, ബാങ്ക് വിൽക്കാനുണ്ട്, പൈസ കിട്ടുന്നില്ല. അത് വെച്ച് എൻ്റെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഷോപ്പിൻ്റെ റെൻറ്റ് കൊടുക്കണം, അതിൻ്റെ അഡ്വാൻസ് കുറച്ച് ബാക്കിയുണ്ട്, അത് കൊടുക്കാനുണ്ട്. അത് അവർ തരുന്നില്ല. ഞാൻ കുറേ പ്രാവശ്യം അവിടെ ഓടിയതാണ്. സെക്രട്ടറിയെ കണ്ടു, അവിടുത്തെ നമ്മൾ ഏജൻ്റ് ആയിരുന്നു, അവരുടെ അടുത്ത് കുറേ പ്രാവശ്യം പറഞ്ഞു. എല്ലാം ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട്. ഇന്ന് രാവിലെ 5-6 പ്രാവശ്യം ഫോണിൽ വിളിച്ചതാണ് സെക്രട്ടറിയെ. അവർ ഫോൺ എടുത്തില്ല. രാവിലെ തൊട്ട് അവർ ഞാൻ 3 പ്രാവശ്യം വിളിച്ചതാണ്. ഇതാ ഇവിടെ CIT ബാങ്ക് സെക്രട്ടറി 7 പ്രാവശ്യം വിളിച്ചു. രാവിലെ തൊട്ട് അവർ വിളിക്കുകയാണ്. ഒരു പ്രാവശ്യം പോലെ കോൾ എടുത്തില്ല. ഒരു ഇതില്ലാത്ത പോലെ സമയത്ത് പറയാനുള്ളത്, എനിക്ക് ഭയങ്കര അത്യാവശ്യമാണ് പൈസയുടെ. നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാനുണ്ട്, കിട്ടിയേ പറ്റൂ. സംഭവം മോളുണ്ട്, അവർക്ക് കുറേ ചിലവുണ്ടാവും വീട്ടിൽ. ഈദൊക്കെ വരുന്നുണ്ട്, കുറേ വീട്ടിൽ ചിലവുണ്ടാവും. ആ പൈസ ഇനി കിട്ടിയാൽ ഭയങ്കര ഉപകാരമായി. ഭയങ്കര സങ്കടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സങ്കടത്തിലാണ് ഞാൻ. കുറച്ച് ഞാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. 4 വർഷത്തിൽ ഞാൻ ചോദിക്കാൻ 1 ലക്ഷമായി. ഞാൻ എടുത്തോട്ടെ പൈസ, ഏജന്റ് എടുത്ത് ചോദിച്ചപ്പോൾ ഇല്ല കുഴപ്പമില്ല അൻസാറെ, അതിനകത്ത് ഇരിക്കട്ടെ, ബൾക്കാവട്ടെ, എനിക്ക് എപ്പോഴാണ് വേണ്ടത് അത്യാവശ്യം വന്നാൽ ഞാൻ ഒരു 2 ദിവസത്തിനകത്ത് എടുത്തുതരാം പറഞ്ഞ് ലാസ്റ്റ് ബൾക്ക് എമൗണ്ടായി, അത് കിട്ടാതായി. എനിക്കിപ്പോൾ ഭയങ്കര അത്യാവശ്യമാണ്. ഷോപ്പിൻ്റെ അഡ്വാൻസ് കുറച്ച് കൊടുക്കാനുണ്ട്. ഓണർ ഭയങ്കര പ്രഷർ എപ്പോഴും പറയാറുണ്ട്, ഓണർ അഡ്വാൻസ് കിട്ടിയേ പറ്റൂ, കുറച്ച് കിട്ടാനുണ്ട്, അവർക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് എനിക്ക് ആ പൈസ കിട്ടിയേ പറ്റൂ. അപ്പോൾ ഞാൻ കുറേ വർഷം കൊണ്ട് ഈ കട നടപ്പെട്ട് ചെറിയ എമൗണ്ട് ഞാൻ അടച്ചതാണ്. ചെറിയ കുറച്ച് പൈസ ഞാൻ അടച്ചതേ ഉള്ളൂ. ഞാൻ ഇത്ര കുറച്ച് ബൾക്കായപ്പോൾ എനിക്ക് അത്യാവശ്യം കിട്ടാൻ അവർ പറഞ്ഞ് കിട്ടാൻ കുഴപ്പമില്ല തരാമെന്ന് പറഞ്ഞു. ഇതുവരെ തന്നില്ല പൈസ. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ആ പൈസ കിട്ടിയാൽ കൊള്ളായിരുന്നു. താങ്ക് യു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാൻ. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.